morning students. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം. ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ള ചാപ്റ്റർ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓർ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ചാപ്റ്ററാണ് നമുക്കിനി പറയാനുള്ളത്. നോക്കാം. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. തിയററ്റിക്കൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓർ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമുക്കിതിൽ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്നുള്ളതാണ്. ഈ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണമാണ് നമുക്കതിൽ പഠിക്കാനുള്ള. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതിനെയാണ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതിൽ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോബബിലിറ്റി എന്നുള്ളതിൽ നമുക്ക് പഠിക്കാനുള്ളത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ, അതേമാതിരി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന മൂന്നെണ്ണത്തിനെ പറ്റി വളരെ ഡീപ്പായിട്ടാണ് നമുക്കതിൽ പഠിക്കാനുള്ളത്. പിന്നെ നമുക്കിതിൽ പറയുന്നത് റാൻഡം വേരിയബിളാണ് പറയുന്നത്. രണ്ട് തരത്തിലാണ് റാൻഡം വേരിയബിളിലെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും. റാൻഡം വേരിയബിളിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ, പിന്നെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയാം. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗിവൺ വാല്യൂസ്, ഏതൊക്കെ വാല്യൂസ് ആണോ നമുക്ക് തന്നിരിക്കുന്നത് വെച്ചെങ്കിൽ ആ ഗിവൺ വാല്യൂസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നുള്ളൂവെങ്കിൽ അതിനെയാണ് നമ്മൾ ഇതൊരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് വാല്യൂസ്, പറഞ്ഞാൽ 0, 1, 2, 3, 4, 5, 6 എന്ന് പറയുന്ന സ്പെസിഫിക് വാല്യൂസ് നമുക്കറിയാം. ആ സ്പെസിഫിക് വാല്യൂസ് എടുത്തിട്ടാണ് കണക്ക് ചെയ്യുന്നത് വെച്ചെങ്കിൽ അതിനെ എന്ത് പറയുന്നു? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നു. അപ്പോൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും അല്ലേ. അപ്പോൾ ഗിവൺ വാല്യൂസ് എടുത്തിട്ടാണ് നമ്മൾ കണക്കുകൾ ചെയ്യുന്നത് വെച്ചെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നു. അതല്ല സ്പെസിഫിക് വാല്യൂസ് എടുത്തിട്ടാണ് ചെയ്യുന്നത് വെച്ചെങ്കിൽ അതിനെയാണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. നോക്കുക, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് ഡെഫിനിഷൻ. ബൈ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ വി മീൻ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഒബ്റ്റെയിനിങ് ഫോർ റാൻഡം വേരിയബിൾ ഓൺ ദി ബേസിസ് ഓഫ് എ മാത്തമാറ്റിക്കൽ മോഡൽ. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആർ എക്സാമ്പിൾസ് ഓഫ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നമ്മളിതിൽ പഠിക്കുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ, അതേമാതിരി നോർമൽ ഡിസ്ട്രിബ്യൂഷനൊക്കെയാണ് നമ്മൾ ഈ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതിൽ പഠിക്കുന്നത്. അപ്പം പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതിൽ പഠിക്കാനുള്ളത്, ഇതിൽ പറയുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമുക്കിതിൽ പഠിക്കാനുള്ള എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. വാട്ട് ഈസ് മെൻറ്റ് ബൈ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇഫ് എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ അസ്യൂമിങ് വാല്യൂസ് x1, x2, xn വിത്ത് കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസ് p1, p2, pn then expectation of x denoted by e of x is defined as x1 p1, x2 p2, xn pn. അപ്പോൾ സിഗ്മ എക്സ് പി ഓഫ് എക്സ്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈസ് മീൻ വാല്യൂ ഓഫ് എക്സ്. അപ്പോൾ ഒന്നും മനസ്സിലായിണ്ടാവില്ല, ഞാൻ പറയാം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്താണെന്ന് പറയാം. അതിൽ വരുന്നതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്നുള്ളത് ശ്രദ്ധിക്കുക. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്നുള്ളതാണ് നമ്മളിതിൽ പറയുന്നത്. ഇഫ് എക്സ് ഇസ് എ റാൻഡം വേരിയബിൾ അസ്യൂമിങ് വാല്യൂസ്, എക്സ് എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ ആണ്. അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിട്ട് നമുക്ക് എടുക്കാം? x1, x2, xn, x1, x2, xn. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? എക്സ് ഇസ് എ റാൻഡം വേരിയബിൾ, എക്സിൻ്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ x1, x2, xn എന്നെടുത്തു. വിത്ത് കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസ്, വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ് എടുത്തു അല്ലേ. കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ p1, p2, എക്സിട്ര pn. അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസ് ആയിട്ട് p1, p2, pn അങ്ങനെയാണ് വന്നത്. അപ്പോൾ ദ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് as, അതിൻ്റെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാച്ചെങ്കിൽ x1 p1 പ്ലസ് x2 p2 xn pn ഈസ് ഡിനോട്ടഡ് ബൈ, ഇങ്ങനെയാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. therefore സിഗ്മ എക്സ് പി ഓഫ് എക്സ്, therefore സിഗ്മ എക്സ് പി ഓഫ് എക്സ് എന്ന് പറയുന്നതാണ്
എന്ത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് സിഗ്മ എക്സ് പി ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടിയും പറയാം, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ റാൻഡം വേരിയബിൾ ആയിട്ട് x1 x2 xn അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. വിത്ത് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ്, അതിൻ്റെ പ്രോബബിലിറ്റീസ് ആയിട്ട് p1 p2 pn എന്നെടുക്കുന്നു. അപ്പോൾ അതിനെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈസ് ഡിനോട്ടഡ് ബൈ ഇ ഓഫ് എക്സ്. ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ x1 p1 പ്ലസ് x2 p2 xn pn ഇങ്ങനെയായിട്ട് നമുക്ക് പറയാം. ദെൻ therefore അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് therefore സിഗ്മ എക്സ് പി ഓഫ് എക്സ്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് സിഗ്മ എക്സ് പി ഓഫ് എക്സ് ആണ് വരിക എന്നുള്ളതാണ് നമ്മളിതിൽ പറയുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതിൽ റാൻഡം വേരിയബിൾ ആയിട്ട് ഇഫ് എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ അതിൻ്റെ വാല്യൂസ് ആയിട്ട് x1 x2 xn അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസ് ആയിട്ട് p1 p2 pn അങ്ങനെയാണ് അതിൻ്റെ പ്രോബിലിറ്റീസ് ആയിട്ട് വരുന്നത്. അപ്പോൾ x1 p1 പ്ലസ് x2 p2 xn pn ആണ് വരുന്നത്. therefore is equal to സിഗ്മ എക്സ് പി ഓഫ് എക്സ് ആണ് അതിൻ്റെ സിഗ്മ എക്സ് പി ഓഫ് എക്സ് ആണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എക്സ് വരിക. അപ്പോൾ ഇ ഓഫ് എക്സ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക എങ്ങനെയാണ് x1 p1 x2 p2 xn pn. therefore സിഗ്മ എക്സ് പി ഓഫ് എക്സ് ആണ് അതിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് ആയിട്ട് നമുക്ക് വരുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് വൺ വാരിയൻസ് ഓഫ് എക്സ് ആണ് പറയുന്നത്. ഇഫ് എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ, എക്സ് എന്ന് പറഞ്ഞാൽ റാൻഡം വേരിയബിൾ ആണ്. അസ്യൂമിങ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് x1 x2 xn അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസ് പറഞ്ഞാൽ p1 p2 pn ആണ് വരുന്നത്. അപ്പോൾ വാരിയൻസ് ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് സിഗ്മ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്നുള്ളതാണ് അതിൻ്റെ വാരിയൻസ് ഓഫ് എക്സ് ആയിട്ട് പറയുന്നത് അല്ലേ. അപ്പോൾ വാരിയൻസ് ഓഫ് എക്സ് എന്നുള്ളതിൽ നമുക്ക് എങ്ങനെയാണ് പറയുന്നത് വെച്ചെങ്കിൽ ശ്രദ്ധിക്കുക, ഞാൻ പറയാം. വാരിയൻസ് ഓഫ് എക്സ്, വാരിയൻസ് ഓഫ് എക്സ്. അപ്പോൾ വാരിയൻസ് ഓഫ് എക്സ് എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ, ഇഫ് എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ അപ്പോൾ അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വരിക, x1 x2 xn ഇങ്ങനെയല്ലേ വരിക xn. പിന്നെ അതിൻ്റെ പ്രോബബിലിറ്റീസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, പ്രോബബിലിറ്റീസ് എന്ന് പറയുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസ് എന്ന് പറയുന്നത് p1 p2 pn അങ്ങനെയാണ് അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസ് വരിക അല്ലേ. അപ്പോൾ വാല്യൂസ് ആയിട്ട് x1 x2 xn വന്നു, പ്രോബിലിറ്റീസ് ആയിട്ട് p1 p2 pn ആണ് വന്നത്. ദെൻ വാരിയൻസ് ഓഫ് എക്സ് ഈസ് ഡിനോട്ടഡ് ബൈ, എങ്ങനെയാണ് അതിൻ്റെ വാരിയൻസ് കാണുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കുക. വാരിയൻസ് ഈസ് ഈക്വൽ ടു then variance സമം then variance is equal to, variance എങ്ങനെയാണ് കാണുക വെച്ചെങ്കിൽ സിഗ്മ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ്, സിഗ്മ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ, ഇ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് അതിൻ്റെ വാരിയൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ വാരിയൻസ് കാണാനുള്ള ഇക്വേഷനാണ് സിഗ്മ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്നുള്ളതാണ് അതിൻ്റെ വാരിയൻസ് കാണാനുള്ള ഇക്വേഷനായിട്ട് പറയാനുള്ളത്. ഇനി ഇതാണ് ഇതിൽ തിയറി മാത്രം, ഇത്ര തന്നെയുള്ളൂ, പ്രോബ്ലം ഒന്നും നമുക്കിതിൽ ചെയ്യാനില്ല കേട്ടോ. പിന്നെ നമുക്ക് പറയുന്നത്, അപ്പോൾ നമ്മളിതിൽ പറഞ്ഞത് എന്തൊക്കെയാണ്, തിയറിറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. വാട്ട് ഈസ് മെൻ ബൈ തിയറിറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വി മീൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഒബ്റ്റെയിൻഡ് ഫ്രം റാൻഡം വേരിയബിളിൽ നിന്ന് നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഒബ്റ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്താണ്, ബൈ തിയറിറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ വി മീൻ, തിയറിറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് we mean a frequency distribution obtained for a random variable
ഓൺ ദി ബേസിസ് ഓഫ് മാത്തമാറ്റിക്കൽ മോഡൽ. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതൊക്കെയാണ് നമ്മളതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സും അതേമാതിരി തന്നെ എങ്ങനെയാണ് എക്സ്പെക്റ്റഡ് വാല്യൂ കണ്ടുപിടിക്കുക, വാരിയൻസ് ഓഫ് എക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പ്രധാനമായും ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും ഉണ്ട്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും അല്ലേ. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന സ്പെസിഫിക് വാല്യൂസ് നമുക്കറിയാം. സ്പെസിഫിക് വാല്യൂസ് പറഞ്ഞാൽ എക്സിന് 0, 1, 2, 3, 4, 5, 6 അങ്ങനെ സ്പെസിഫിക് വാല്യൂസാണ് എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്നും, അതുപോലെ ഗിവൺ വാല്യൂസ് നമുക്ക് കണക്കിൽ തരും, ഇന്ന വാല്യൂസ് എടുത്തിട്ട് വേണം ചെയ്യാൻ എന്ന് പറഞ്ഞ് നമുക്ക് തരും. അങ്ങനെ ഗിവൺ വാല്യൂസ് എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്നും പറയുന്നു. അപ്പോൾ സ്പെസിഫിക് വാല്യൂസ് എടുത്ത് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ഗിവൺ വാല്യൂസ് എടുത്ത് ചെയ്യുന്നതിനെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനാണ് അതിൽ വരുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. എ റാൻഡം വേരിയബിൾ ഈസ് സെറ്റ് ടു ബി ഡിസ്ക്രീറ്റ് ഇഫ് ഇറ്റ് അസ്യൂംസ് ഓൺലി സർട്ടൺ സ്പെസിഫൈഡ് വാല്യൂസ്. അണ്ടർലൈൻ ചെയ്യുക കേട്ടോ, അതിൽ സ്പെസിഫൈഡ് വാല്യൂസ് ആണ് നമ്മൾ എടുക്കുന്നത്. If a random variable is assuming any real value is given in interval a and b, then the variable is said to be continuous. Continuous ആണെങ്കിലോ, the probability distribution of a continuous random variable is a continuous probability distribution. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഗിവൺ വാല്യൂസ് തന്നിരിക്കുന്ന വാല്യൂസ് എടുത്തിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്നും, സ്പെസിഫിക് വാല്യൂസ് എടുത്ത് ചെയ്യുന്നതിനെയാണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്നും പറയുന്നത്. അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ആദ്യത്തെ തുടങ്ങുകയാണ്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ഇനി നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. ബൈനോമിയൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ള ടോപ്പിക്. ശ്രദ്ധിക്കുക, വാട്ട് ഈസ് മെൻ ബൈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിനെയാണ് പ്രധാനമായും നമുക്കൊന്ന് പറയാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ സ്പെസിഫൈഡ് വാല്യൂസ് എടുത്തിട്ടാണ് നമ്മൾ അതിൽ കണക്ക് ചെയ്യുന്നത്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ് എന്ന് പറയാം. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ സക്സസ്സും ഫെയിലിയറും എത്രത്തോളമാണ് വരുന്നത് എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഓരോ ട്രയൽസ് കഴിയും തോറും എത്രത്തോളമാണ് സക്സസ് വരുന്നത്, എത്രത്തോളമാണ് ഫെയിലിയർ വരുന്നത് എന്നുള്ള കാര്യം മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നത്. നോക്കാം, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഫോളോസ്. എങ്ങനെയാണ്? A random variable x is said to follow binomial distribution with the parameters n and p if probability function. പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് n ആയിട്ടും p എന്ന് പറയുന്നതാണ് പ്രോബിലിറ്റി ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്, വേർ എക്സ് ഇസ് ഈക്വൽ ടു 0, 1, 2, 3 n. p ലൈസ് ബിറ്റ്വീൻ 0 and 1. അപ്പോൾ ക്യൂ പ്ലസ് പി ഇസ് ഈക്വൽ ടു 1 എന്നുള്ളതാണ് നമുക്കിതിൽ പറയുന്നത്. അപ്പോൾ എന്താണ് വാട്ട് ഈസ് മെൻ ബൈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സക്സസ്സും ഫെയിലിയറും എത്രത്തോളമാണ് ഉണ്ടാവുന്നത് എന്ന് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ എ റാൻഡം വേരിയബിൾ ഈസ് സെറ്റ് ടു ഫോളോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അതിൻ്റെ പാരാമീറ്റേഴ്സ് ആയിട്ട് വിത്ത് പാരാമീറ്റേഴ്സ് n and p. പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് n and p. if its probability function is probability function is if with parameters n and p, if its probability function is നമ്മൾ പറഞ്ഞിട്ട് എങ്ങനെയാണ് കാണുന്നത് വെച്ചെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. ഇതാണ് നമ്മുടെ സമവാക്യം. എൻ സി എക്സ്
പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. പി എന്ന് പറഞ്ഞ സക്സസിനെയും പറഞ്ഞ പ്രോബിലിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ക്യൂ എന്ന് പറഞ്ഞാൽ ഫെയിലിയർ എത്രത്തോളമാണ്, സക്സസ് ഓർ ഫെയിലിയർ ആണ് നമ്മൾ ഇതിലൂടെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷനാണ് എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് എന്നുള്ളതാണ് അതിൻ്റെ സമവാക്യം. പി ലൈസ് ബിറ്റ്വീൻ 0 and 1. പി എന്ന് പറയുന്നത് പി ലൈസ് ബിറ്റ്വീൻ 0 and 1. P lies between 0 and 1. And Q plus P is equal to Q plus P is equal to 1 എന്നുള്ളതാണ് നമ്മുടെ സമവാക്യം. അപ്പോൾ നമ്മൾ P lies between 0 and 1. Q plus P is equal to 1. In probability function binomials X stands for the number of success and P represents the probability for success in a single trial. Q is equal to 1 minus P. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്റ്റാൻഡ്സ് ഫോർ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സക്സസ്. നമ്പർ ഓഫ് സക്സസ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സക്സസിനെയാണ് എക്സ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് 1 പി. പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി ഇൻ എ സിംഗിൾ ട്രയൽ. പ്രോബബിലിറ്റി ഇൻ എ സിംഗിൾ ട്രയൽ. പി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഇൻ എ സിംഗിൾ ട്രയൽ. പിന്നെ ക്യൂ ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ആണ് വരുന്നത്. ക്യൂ ഈസ് ഈക്വൽ ടു 1 മൈനസ് പി. ഇത്രയൊക്കെയാണ് നമുക്കിതിൽ പറയാനുള്ളത്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതൊക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ പറയുന്നത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇനി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ പാരാമീറ്റേഴ്സ് ആയിട്ട് എന്നും ആൻഡ് പി, പ്രോബബിലിറ്റി ആയിട്ട് പി. അപ്പോൾ ഇഫ് ഇറ്റ്സ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഈസ് ഡിനോട്ടഡ് ബൈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ പി ലൈസ് ബിറ്റ്വീൻ, പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണ്. ആൻഡ് ക്യൂ പ്ലസ് പി ഈസ് ഈക്വൽ ടു 1. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് സക്സസിനെയാണ് നമ്മൾ എക്സ് എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. പി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഇൻ എ സിംഗിൾ ട്രയൽ. ക്യൂ ഈസ് ഈക്വൽ ടു 1 മൈനസ് പി. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്കതിൽ പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് വൺ, ഇമ്പോർട്ടൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. പ്രാധാന്യങ്ങൾ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്തിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് യൂസ്ഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ശ്രദ്ധിക്കുക, ഓരോ പോയിന്റ് വൈസ് ശ്രദ്ധിക്കുക. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി. ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ഇൻ ബിസിനസ്സിലൊക്കെ വ്യത്യസ്ത സിറ്റുവേഷൻസ് വരുമ്പോൾ ഡിസിഷൻ മേക്കിംഗ്, എങ്ങനെയൊക്കെയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളതിന് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നു. ഇൻ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ്. പിന്നെ അടുത്തത് പറയുന്നത് ഇൻ ക്വാളിറ്റി കൺട്രോളിന് വേണ്ടിയിട്ട് പിന്നെ കാര്യങ്ങൾ സാമ്പിളിംഗ് നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ക്രൈബ്സ് എനോർമസ് വെറൈറ്റീസ് ഓഫ് റിയൽ ലൈഫ് ഇവൻറ്റ്സ്. അപ്പോൾ റിയൽ ലൈഫ് ഇവൻറ്റിനെ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വാട്ട് ആർ ദി യൂസസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് യൂസ്ഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഫസ്റ്റ് പോയിന്റ് നമുക്ക് പറയാം, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് യൂസ്ഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് യൂസ്ഡ് വൈഡ്ലി ഫോർ ക്വാളിറ്റി കൺട്രോൾ. വളരെയധികം ഉപയോഗിക്കുന്നു. എന്തിനെ? ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നു. അതേമാതിരി തന്നെ സാമ്പിളിംഗ്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് യൂസ്ഡ് ഫോർ സാമ്പിളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതേമാതിരി തന്നെ റിയൽ ലൈഫ് ഇവൻറ്റിലും അത് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ യൂസസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോപ്പർട്ടീസ് എക്സാമിന് ചോദിക്കുന്നതാണ്. വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം കേട്ടോ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ പറഞ്ഞു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. നെക്സ്റ്റ്, ദ ഷേപ്പ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പി ചേഞ്ചസ് ഫോർ എ ഗിവൺ എൻ.
പാരാമീറ്ററിനനുസരിച്ചിട്ട് ചേഞ്ച് വരുന്നു അല്ലേ. എൻ എത്ര നമ്പർ എത്രയാണോ വരുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് ഡിഫറെൻറ്റ് വരുന്നു അല്ലേ. അപ്പോൾ ഇത് ഷേപ്പ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ഷേപ്പ് ആകൃതി അല്ലേ. പിന്നെ ലൊക്കേഷൻ എങ്ങനെയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചേഞ്ചസ് എന്നിനനുസരിച്ച് എത്രത്തോളം എണ്ണാണോ വരുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് പ്രോബബിലിറ്റിയിൽ ചേഞ്ച് വരുന്നുണ്ട്. പിന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് വൺ ഓർ മോർ ടു മോഡൽ വാല്യൂസ്. മീൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻക്രീസസ് ആസ് എൻ ഇൻക്രീസസ് വിത്ത് പി റിമെയിൻ കോൺസ്റ്റൻറ്റ്. എൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്ന പി എപ്പോഴും പ്രോബബിലിറ്റി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. എത്രയും 1/2 ആണെങ്കിൽ എപ്പോഴും 1/2 ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. If n is large and if neither p or nor q is too close to 0, binomial distribution may be approximated അതിന് അപ്രോക്സിമേറ്റ് ആയിട്ടാണ് നമ്മളതിനെ പറയുന്നത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ കാണാനുള്ള സമവാക്യമാണ് മീൻ ഈസ് ഈക്വൽ ടു. എങ്ങനെയാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം മീൻ കാണുക വെച്ചെങ്കിൽ മീൻ ഈസ് ഈക്വൽ ടു എൻ പി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൻ പി ക്യൂ. മീൻ കാണാനുള്ള സമവാക്യമാണ് എൻ പി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള സമവാക്യമാണ് റൂട്ട് ഓഫ് എൻ പി ക്യൂ എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള സമവാക്യം പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇഫ് ടു ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ ഫോളോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ദ സം ഓൾസോ ഫോളോ ബൈനോമിയൽ. ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റെ സമ്മും ഏത് ഫോളോ ചെയ്യുന്നുണ്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു. ഇതൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താ പറയുക, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ദ ഷേപ്പ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചേഞ്ചസ് ആസ് p ചേഞ്ചസ് ഫോർ എ ഗിവൺ n. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് 1 or 2 മോഡൽ വാല്യൂസ്. മീൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻക്രീസസ് ആസ് ഏതാണ് ഇൻക്രീസ് ചെയ്യുന്നത് n ഇൻക്രീസസ് p റിമെയിൻ കോൺസ്റ്റൻറ്റ്. പിന്നെ നമ്മൾ പറഞ്ഞു മീൻ കാണാൻ എൻ പി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ റൂട്ട് ഓഫ് എൻ പി ക്യൂ അല്ലേ. If two independent random variable follow binomial distribution, the sum also follow binomial distribution. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ നന്നായിട്ട് പഠിക്കുക. എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എന്നുള്ളതാണ് ഇക്വേഷനായിട്ട് പറയാം. എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സക്സസ് ആണ് പറയുന്നത്. പി പ്രോബബിലിറ്റി ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ കാണാൻ 1 - p കണ്ടാൽ നമുക്ക് എന്ത് കിട്ടുന്നു ക്യൂ. അപ്പോൾ സക്സസ്സും ഫെയിലിയറും എത്രത്തോളമാണ് ഉണ്ടാവുന്നത് എന്ന് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ കണക്കുകൾ ചെയ്യാം കേട്ടോ. Four coins are tossed. 4 coins are tossed simultaneously. What is the probability of getting 2 heads? What is the probability of getting 2 heads? അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഈ കണക്കുകളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഒരു ബുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ബുക്ക് കിട്ടും. ആ ബുക്ക് മേടിക്കുക കേട്ടോ, നിർബന്ധമായിട്ടും മേടിക്കണം. അപ്പോൾ ഇതിലെ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയൽ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ ടേബിൾ വാല്യൂസ് നമുക്ക് നോക്കി കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് എന്തായാലും നമുക്ക് മസ്റ്റായിട്ട് നിർബന്ധമായിട്ട് നമ്മുടെ കയ്യിൽ ആ ബുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കണക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആ ബുക്ക് നിർബന്ധമായിട്ടും എല്ലാവരും മേടിച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ബുക്ക്. അപ്പോൾ ശ്രദ്ധിക്കുക, 4 coins are tossed simultaneously. What is the probability of getting 2 heads? അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കുക, ഇത് ഡിസ്ട്രിബ്യൂഷൻ കാണാനുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കാണാനുള്ള സമവാക്യം നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യം നമ്മുടെ ഇക്വേഷൻ എന്താണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ ആദ്യം എഴുതാം. ബൈനോമിയൽ സമവാക്യം എൻ സി എക്സ് പി റേസ് ടു എക്സ് q raised to n minus x
എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി എൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര കോയിൻസ് ആണ് ഇവിടെ ടോസ് ചെയ്ത് വെച്ചെങ്കിൽ അതിനെയാണ് എൻ എന്ന് പറയുക. എൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോയിൻസ് ടോസ്ഡ്. നമ്പർ ഓഫ് കോയിൻസ് ടോസ്, എത്ര കോയിൻസ് ടോസ് ചെയ്തു വെച്ചെങ്കിൽ അതിനെയാണ് നമ്മൾ എൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 4 കോയിൻസാണ് ടോസ് ചെയ്തത്. അപ്പോൾ എൻ ഈസ് ഈക്വൽ ടു 4. 4 കോയിൻസ് ടോസ് ചെയ്തു. അപ്പോൾ എൻ ഈസ് ഈക്വൽ ടു 4 എന്നുള്ള 4 ആണ്. പി probability for getting single trial. probability for getting പി എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ട്രയലാണ് നമ്മൾ കണക്കിലെടുക്കുള്ളൂ കേട്ടോ. probability for getting single trial അപ്പോൾ എത്ര വരിക 1/2 അല്ലേ. ചാൻസ് ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. പ്രോബിലിറ്റി എത്രയായിരിക്കും 1/2 ആയിരിക്കും. നെക്സ്റ്റ് വൺ പി കിട്ടി. ഇനി ക്യൂ ഈസ് ഈക്വൽ ടു 1 മൈനസ് പി. അപ്പോൾ 1 മൈനസ് 1/2 അല്ലേ. അപ്പോൾ ഇവിടെ 2 LCM ആയിട്ട് വന്നു. അപ്പോൾ 2 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ക്യൂ ഈസ് ഈക്വൽ ടു 1/2. അപ്പോൾ മനസ്സിലായി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. എൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം കോയിൻ ടോസ് ചെയ്തിട്ട് വെച്ചെങ്കിൽ അത്. പി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി സിംഗിൾ ട്രയലിനുള്ളത് പറഞ്ഞാൽ ഒരെണ്ണം എന്തായാലും കിട്ടുള്ളൂ. അപ്പോൾ 1/2 ആണ് എപ്പോഴും വരിക പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സിംഗിൾ ട്രയൽ. പിന്നെ ക്യൂ എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ആണ്. ഇക്വേഷനിൽ കൊടുത്തപ്പോൾ നമുക്ക് ആൻസർ 1/2 കിട്ടി കേട്ടോ. പിന്നെ എക്സ് ഈസ് ഈക്വൽ ടു കാണണം. എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ എക്സ് എന്ന് പറഞ്ഞാൽ സക്സസ്. നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ്. number of heads obtained. എത്രണ്ണ കിട്ടിയത് 4 അല്ലേ. 4 അല്ല കിട്ടിയത് അല്ലേ. 2 ഹെഡ്സ് ആണ്. 2 നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 2. ഇനി നമ്മൾ ആ ഇക്വേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് വേണ്ടത്. 4c2 P 1/2 whole raised to 2 1/2 whole raised to 4 minus 2. അപ്പോൾ 4c2 നമുക്ക് ആദ്യം കാണണം അല്ലേ. 4c2 കാണാൻ നമുക്കറിയാം എങ്ങനെയാണ്. 4 × 3 ഡിവൈഡഡ് ബൈ 2 × 1 ഇങ്ങനെയല്ലേ 4c2 കാണുക. അപ്പോൾ 2 2 4. അപ്പോൾ 2 × 3 6. 6 × 1/2 ഹോൾ സ്ക്വയർ പറഞ്ഞാൽ 1/2 1/4. ഇവിടെ 1/2 4 മൈനസ് 2 2. അപ്പോൾ 1/4. അപ്പോൾ 6/16. ആൻസർ എന്ന് പറയുന്നത് കിട്ടുന്നത് എത്രയാണ് 6/16. അതിനെ വേണമെങ്കിൽ നമുക്കൊന്ന് ചെറുതാക്കാം. 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ 3/8. ആൻസർ എന്ന് പറയുന്നത് 3/8. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇക്വേഷൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കാണാനുള്ള ഇക്വേഷനാണ് എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എന്നുള്ളത്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എത്രത്തോളമാണ് നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ് അതാണ് എക്സ്. എൻ എന്ന് പറഞ്ഞാൽ എത്ര തവണ അതുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി. ക്യൂ എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ശ്രദ്ധിക്കുക. അതേമാതിരത്തെ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ശ്രദ്ധിക്കുക കേട്ടോ. The probability that a batsman scores a century in a cricket match
cricket match in a cricket match സെഞ്ചുറി എത്രയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഈസ് 1/3. 1/3. What is the probability that probability that out of 5 matches 5 matches he may score century in exactly 2 matches. Exactly 2 matches. Exactly 2 matches. 2 no match. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ദി പ്രോബബിലിറ്റി ദാറ്റ് എ ബാറ്റ്സ്മാൻ സ്കോർ എ സെഞ്ചുറി ഇൻ എ ക്രിക്കറ്റ് മാച്ച് എന്ന് പറയുന്നത് 1/3 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ദാറ്റ് ഔട്ട് ഓഫ് 5 മാച്ചസ് 5 മാച്ചാണുള്ളത് ഹി മേ സ്കോർ സെഞ്ചുറി ഇൻ എക്സാക്ട്ലി 2 മാച്ചിൻ്റെ അല്ലെങ്കിൽ നോ മാച്ച് ആണ് നമ്മളോടിവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സാക്ട്ലി 2 മാച്ച് എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു 0, നോ മാച്ച് എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു നോ മാച്ച് പറഞ്ഞാൽ 0, 2 മാച്ച് പറഞ്ഞാൽ 2. പിന്നെ നമ്മൾ എന്താ പറയുന്നത് പ്രോബിലിറ്റി 1/3 തന്നിട്ടുണ്ട്. എൻ എന്ന് പറയുന്നത് 5 മാച്ചാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എൻ എന്ന് പറയുന്നത് 5 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്തുകൂടെ. എന്താ സമവാക്യം നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കാണാനുള്ള സമവാക്യം binomial distribution is equal to NCX P raised to X Q raised to N minus X അല്ലേ. അതിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഏതാ പ്രോബബിലിറ്റി പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 1/3 ആണ് ഇവിടെ പ്രോബിലിറ്റി ആയിട്ട് തന്നിരിക്കുന്നത്. പ്രോബിലിറ്റി ഈസ് ഈക്വൽ ടു 1/3. പിന്നെ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് അല്ല എൻ ഈസ് ഈക്വൽ ടു 5 മാച്ചസ് ആണുള്ളത്. എക്സ് ഇസ് ഈക്വൽ ടു ആദ്യം 2 എക്സാക്ട്ലി 2 എന്ന് പറയുമ്പോൾ 2 ആകുമ്പോഴത്തെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ സമവാക്യത്തിൽ കൊടുക്കുക 5C2 പി എന്ന് പറഞ്ഞാൽ 1/3 റൈസ് ടു 2 ക്യൂ തന്നിട്ടില്ല അല്ലേ. ക്യൂ കാണണ്ടേ നമുക്ക്. ക്യൂ ഇസ് ഈക്വൽ ടു 1 മൈനസ് പി. അപ്പം ക്യൂ ഇസ് ഈക്വൽ ടു 1 മൈനസ് 1/3. അപ്പോൾ 3 LCM 3 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 കേട്ടോ. അപ്പോൾ 5C2 ഇൻറ്റു എത്ര 2/3 ഹോൾ റൈസ് ടു 5 മൈനസ് 2 ഇങ്ങനെയല്ലേ വരിക 3 മൈനസ് 1 അപ്പോൾ 5C2 എത്ര വരിക 5C2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 5 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 പോയി. അപ്പോൾ 10 ഇൻറ്റു 1/9 ഇൻറ്റു ഇവിടെ 5 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 3 അല്ലേ. അപ്പോൾ 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8/27 8/27 ആണ് വരിക. അപ്പോൾ 80/243 കറക്റ്റായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി അടുത്തും കൂടി നമുക്ക് ചെയ്യാനുണ്ട്, ശ്രദ്ധിക്കുക. ഇനി അടുത്തത് പറയാനുള്ളത് എക്സ് ഇസ് ഈക്വൽ ടു 0 അല്ലേ പറയാനുള്ള. പി ഓഫ് സ്കോറിങ് സെഞ്ചുറി ഇൻ നോ മാച്ച് അല്ലേ. പി ഓഫ് സ്കോറിങ് നോ മാച്ച് എന്നാണ് പറയുന്നത്. അപ്പം നോ മാച്ച് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ എക്സ് ഇസ് ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ 5C0 പി റൈസ് ടു പി പറഞ്ഞാൽ 1/3 ഹോൾ റൈസ് ടു എത്ര വരിക 0 ഇൻറ്റു ക്യൂ പറഞ്ഞാൽ എത്രയാണ് 2/3 അല്ലേ. 2/3 ഹോൾ റൈസ് ടു
5 മൈനസ് 0. അപ്പോൾ 5C0 എന്ന് പറഞ്ഞാൽ 1. എന്തിൻ്റെ C0 എന്ന് പറഞ്ഞാൽ 1 ആണ് വരിക കേട്ടോ. 1 ഇൻറ്റു 1/3 x⁻0 ഈസ് ഈക്വൽ ടു 1. നമുക്കറിയാം ഇക്വേഷൻ. അപ്പോൾ 1 ഇൻറ്റു 2/3 5 വരും അല്ലേ. ഇവിടെ 5 വരിക. അപ്പോൾ 1 ഇൻറ്റു 1, 2നെ 5 പ്രാവശ്യം ഇൻറ്റു ചെയ്യുമ്പോൾ നോക്കിക്കോളൂ, ഇൻറ്റു ചെയ്തോളൂ. 4 അല്ലേ 5. അപ്പോൾ 4, ഈ 2 4, 4 2 8, 8 2 16, 16 2 32 ബൈ 3നെ 5 പ്രാവശ്യം ഇൻറ്റു ചെയ്യുക. 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 എത്ര വന്നു? 3 9, 9 3 27, 27 ഇൻറ്റു 3 പറഞ്ഞാൽ 81, 81 ഇൻറ്റു 3 243 തോന്നുന്നുണ്ട് നോട്ട് കേട്ടോ. 3 3 24, 243. (32 divided by 243). ഇങ്ങനെയാണ് അതിൻ്റെ വാല്യൂസ് വരുന്നത്. ഇപ്പം നമ്മൾ എന്താ ചെയ്തത്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ തന്നെ 2 കേസ് പറഞ്ഞു. x is equal to 2 വരുമ്പോഴും x is equal to 0 വരുമ്പോഴും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളൊരു ടോപ്പിക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കാണാനുള്ള സമവാക്യമാണ് നമ്മൾ എഴുതിയത്. NCX P⁻x Q⁻n−x എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. സ്പെസിഫിക് വാല്യൂസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വരികയാണെങ്കിൽ മെസ്സേജ് ചെയ്യുക. ശരി, ഓക്കെ.